1970 ജനുവരി മാസം 18-ാം തീയതി സ്നാനപ്പെട്ടുകൊണ്ട് ഞാൻ എൻ്റെ വിശ്വാസ ജീവിതത്തിൻ്റെ ഓരോ പടവുകളും നടന്നു കയറാൻ ദൈവം എനിക്ക് കൃപ നൽകി. എൻ്റെ ഹൈസ്കൂൾ വിദ്യാഭ്യാസ കാലമായിരുന്നു അത്. ഞാൻ ഓർമ്മിപ്പിക്കട്ടെ, ഞാനൊരു സുവിശേഷകനായി കഴിഞ്ഞിട്ടല്ല സുവിശേഷം പ്രസംഗിക്കുകയും കർത്താവായ യേശുവിനെ സാക്ഷിക്കുകയും ചെയ്യാൻ ആരംഭിച്ചത്. ഇന്ന് പലരും രക്ഷിക്കപ്പെടുകയും സ്നാനപ്പെടുകയും ഒക്കെ ചെയ്യുന്നെങ്കിലും കർത്താവിൻ്റെ ഈ നിയോഗം എന്താ? സാക്ഷ്യം പറയുക, സുവിശേഷം അറിയിക്കുക എന്ന നിയോഗം അവരേറ്റെടുക്കാറില്ല. ഇത് എന്നെ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന കുഞ്ഞുങ്ങളുൾപ്പെടെയുള്ള എൻ്റെ സഹോദരീ സഹോദരന്മാരോട് വളരെ വിനയത്തോടെ ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഓർമ്മിപ്പിക്കട്ടെ, സുവിശേഷകന്മാർ മാത്രം ചെയ്യേണ്ട ഒരു ദൗത്യമായി സാക്ഷ്യത്തെ, യേശുക്രിസ്തുവിനെ സാക്ഷിക്കുന്നതിനെ, സുവിശേഷം പ്രഘോഷിക്കുന്നതിനെ ഒരിക്കലും കാണാൻ പാടില്ല. ഞാൻ ഫിലിപ്പിയ ലേഖനം പഠിച്ചപ്പോൾ അവിടെ ഒരു പ്രയോഗമുണ്ട്, 4 മുതലുള്ള വാക്യങ്ങളിലാണ് അത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിൽ പൗലോസ് ശ്ലീഹ ഫിലിപ്പിയിലെ വിശ്വാസികളെ ശ്ലാഘിച്ചുകൊണ്ട്, അഭിനന്ദിച്ചുകൊണ്ട്, അവരെക്കുറിച്ച് പുകഴ്ചയായി പറയുന്ന ഒരു കാര്യമുണ്ട്. 1-ാം നാൾ മുതൽ നിങ്ങൾ സുവിശേഷ ഘോഷണത്തിൽ എന്നോടുകൂടെ പോരാടിയെന്ന്. സുവിശേഷ ഘോഷണം എന്നുള്ളതിന് ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്ന വാക്ക് ദ പ്രീച്ചിങ് ഓഫ് ദ ഗോസ്പൽ എന്നാണ്. സുവിശേഷത്തിൻ്റെ പ്രസംഗം 1-ാം നാൾ മുതൽ. 4-ാം അധ്യായത്തിൽ വരുമ്പോൾ അതിൻ്റെ 4-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, കർത്താവിൽ ഏക ചിന്തയോടിരിക്കുവാൻ ഞാൻ യുവോദ്യയെയും സുന്തുകയെയും പ്രബോധിപ്പിക്കുന്നു. അടുത്ത വാചകം നിങ്ങൾ ശ്രദ്ധിച്ചോ? ജീവപുസ്തകത്തിൽ പേരുള്ള ക്ലേമന്ത് ക്ലേമന്ത് മുതലായ എൻ്റെ കൂട്ടുവേലക്കാരുമായി ആ സ്ത്രീകൾ സുവിശേഷ ഘോഷണത്തിൽ എന്നോടുകൂടെ പോരാടിയിരിക്കും. ഞാൻ ഇത് രണ്ടും കൂടെ ഒന്ന് ചേർത്ത് പറയാം. 1-ാം നാൾ മുതൽ ഫിലിപ്പിയ സഭയിലെ സഹോദരിമാർ ഉൾപ്പെടെ സുവിശേഷ ഘോഷണത്തിൽ പൗലോസിനോടൊപ്പം പോരാടുകയാണ്. ഈ 1-ാം നാൾ ഏതാണ്? രക്ഷിക്കപ്പെട്ട 1-ാമത്തെ ദിവസമാണ്. ഞാൻ വ്യക്തമായി പറയട്ടെ, രക്ഷിക്കപ്പെട്ട ഒരു ദൈവവൈതലിന് ആ രക്ഷ യഥാർത്ഥമാണെങ്കിൽ കർത്താവിനെ സാക്ഷിക്കാതിരിക്കുവാൻ സാധിക്കയില്ല.